എല്ലാവർക്കും നമസ്കാരം. ശിവസ്മൻ ചാനലിലേക്ക് സ്വാഗതം. എന്ത് പറയുന്നു, സുഖമാണോ? ഓക്കെ, എല്ലാവരും സുഖമായിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ കാട്ടുമാടം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, കാട്ടുമാടം എന്നിട്ട് ഇഷ്ടമായ സ്വാമിയുടെ ഒരു അമ്പലമുണ്ട്. അത് മലപ്പുറത്ത് വളാഞ്ചേരിയിൽ. ഞങ്ങൾ മുമ്പ് പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഒരു വഴിപാടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു വഴിപാടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ അവിടുത്തെ പോകുന്ന വഴിയിലെ വിശേഷങ്ങളും പിന്നെ അവിടുത്തെ വിശേഷങ്ങളുമാണ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ ഇനി വഴിയെ പറയാം. എവിടേക്കാണ് പോണേ? കാട്ടുമാക്കല്ല, കാട്ടുമാടം. നമസ്കാരം പറഞ്ഞ നമസ്കാരം. ഉറക്കെ പറ. ഓ, മാക്കല്ല, കാട്ടുമാടം പറയടാ. ശരി. നമ്മുടെ സ്വന്തം വണ്ടിയായ പോണ്. നമ്മൾ വേറെ വണ്ടിയെ പോണ്. ആരുടെ വണ്ടിയാന്ന് വെച്ചാൽ നമ്മുടെ ഷഗിന്റെ വണ്ടിയാ. നമ്മുടെ അച്ഛന്റെ ഒരു കൂട്ടുകാരനാ ഷഗിമാമൻ. ഷഗിമാമൻ എന്ന് പറഞ്ഞ അച്ഛന്റെ ഒരു കൂട്ടുകാരനാ. പോലീസിലല്ലേ പോണല്ലേ? അപ്പൊ ആ വണ്ടിയുടെ പേര് വാഗണർ. അതെ, വാഗണർ വരുന്നുണ്ട്. ഓക്കെ ഏട്ടാ. വന്നു. അപ്പോൾ പോവാൻ റെഡി ആക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട. പിന്നെ നമ്മുടെ മോൻ പറഞ്ഞ കേട്ടില്ലേ, ഷഗിൻ്റെ വണ്ടി വാഗണർ, അതിലുണ്ടാ നമ്മുടെ യാത്ര എന്ന്. എൻ്റെ സുഹൃത്താണ് ഷഗിൻ. അപ്പോൾ അവൻ്റെ ഫാമിലി ഉണ്ട്. പിന്നെ നമ്മുടെ ഒരാളെ കൊണ്ടുപോകണില്ല കേട്ടാ, നമ്മുടെ കോളേജിനെ. പിണങ്ങാവോ, കോളേജിനെ കൊണ്ടുപോകേണ്ട ഒരു യാത്ര കുറച്ച് നാളായി. ഇന്നിപ്പോൾ അവനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. മൂന്നാറൊക്കെ ഓടിക്കിറങ്ങി. എന്നാലും ഒരു വിഷമം കേട്ടാ കോളേജിനെ ഇങ്ങനെ കൊണ്ടുപോകാണ്ട് പോയപ്പോൾ. നമ്മളിപ്പോഴേ ഒരു യാത്ര പോകുമ്പോഴേ വീട്ടിൽ ചിലപ്പോൾ ഒരാളെ കൊണ്ടുപോകില്ലല്ലോ, ചില കാരണങ്ങളുണ്ട്. അപ്പോൾ എല്ലാ യാത്രയിലും നമ്മളൊപ്പം ഉള്ളതാണ്. ഇപ്പോൾ ഒരു ചേഞ്ച് വേണ്ട, ഇന്നിപ്പോൾ അവിടെ കിടക്കട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്രയ്ക്ക് കൂട്ടായത് വാഗണറാണ് കേട്ടോ. ഷഗിനെടുത്ത പുതിയ വണ്ടിയാണ്. കുഴപ്പമില്ല കേട്ടോ, നല്ല വണ്ടിയാണ്. പിന്നെ ഇത് നമ്മുടെ ചേറ്റുവ പാലണ്ടാ. അപ്പോൾ പോണ വഴിക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പം ഞാൻ തൽക്കാലം ഇതൊന്ന് പറയട്ടെ. ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ് വാഗണർ കേട്ടോ. ഈ പുതിയ മോഡൽ വാഗണറില്ല ഞാൻ ആദ്യമായിട്ട് കയറട്ടെ, ഞാൻ ഓടിച്ചിട്ടുമില്ല. ഇതിൻ്റെ മുന്നത്തെ വാഗണറുകളില്ല, അതൊക്കെ ഞാൻ എടുത്തിട്ട് കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് ഉണ്ട് വരുന്നത്. പിന്നെ നല്ല യാത്ര സുഖമുണ്ട്. പിന്നെ അത്യാവശ്യം സ്പേസും ഉണ്ട്. കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലേ അല്ലേ? പിന്നെ നമ്മുടെ പോളിസിൽ നിന്ന് ഒരു വ്യത്യസ്തമായ കാര്യം എനിക്ക് തോന്നിയതേ, തീരെ ഒരു കുലുക്കോ ഒന്നുമില്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ, കോളേജിൻ്റെ സസ്പെൻഷനിലെ ഈ സ്പ്രിങ്ങിന് പകരം ലീഫാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു മിസ്റ്റേക്ക് കോളേജ് കാണിക്കും. എന്നുവെച്ചാൽ അത്ര മോശം റോട്ടിൽ കൂടെ പോകുമ്പോൾ മാത്രമേ കാണിക്കുള്ളൂ. പിന്നെ കോളേജിൽ യാത്ര ചെയ്തിട്ട് നമുക്ക് മറ്റു വണ്ടികളൊക്കെ കയറുമ്പോൾ ഒരു ഇത്തിരി സുഖക്കുറൊക്കെ ഉണ്ടാവും. അതിപ്പോൾ കോളേജ് ഉപയോഗിച്ചവർക്ക് അറിയാം അതിനെക്കുറിച്ച്. എൻ്റെ വണ്ടീനെ പൊക്കി പറയാനല്ല കേട്ടോ. എന്നുവെച്ചാൽ അതെ, കോളേജ് ഉപയോഗിച്ചിട്ട് നിന്നിറങ്ങണ ഏത് വണ്ടി എടുത്ത് നിങ്ങൾ ഓടിച്ചു നോക്കിയേ, അപ്പോൾ അറിയാം അതിൻ്റെ ഒരു വ്യത്യാസം. ഞാനിപ്പോൾ ഇന്നിറങ്ങണ മിക്ക വണ്ടിയോടും ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എല്ലാ സൗകര്യവും ഇന്നിറങ്ങണ വണ്ടികൾക്കുണ്ട്. കോളേജിൽ പിന്നെ അത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ഇപ്പോൾ കോളേജിനൊക്കെ ഇപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് കൊണ്ട് നടക്കാം. അതിന് കാശ് ചിലവാക്കണം. കോളേജിനെ കുറിച്ച് ഞാൻ മിക്ക വീഡിയോയിൽ ഇങ്ങനെ പൊക്കി പറയില്ലേ. അതിപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും കാണുന്നവർക്ക് അറിയാം. ഇതിനെക്കുറിച്ച് മാത്രം പറയാനുള്ളൂ കാണുന്നവർ വിചാരിക്കും. പക്ഷെ പറഞ്ഞു വന്നപ്പോഴേ ഞാൻ എൻ്റെ ഒരു ക്വാളിറ്റി ഒന്ന് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. എനിക്ക് തോന്നുന്നേ ഈ കോളീസൊക്കെ ഇന്ന് ഇറങ്ങണമെങ്കിലേ കുറേ ആൾക്കാരൊക്കെ കോളീസ് മേടിക്കുള്ളൂ തോന്നുന്നുണ്ട്. എന്നുവെച്ചാൽ പലർക്കും അറിയാം അത് നല്ലൊരു വണ്ടിയാണെന്നുള്ളത്. പക്ഷേ വണ്ടി അന്നാ നിർത്തിയത് ഭയങ്കര വിഷമമായി പോയില്ല. അത് ഇന്നിപ്പോൾ എൻ്റെ അറിവില്ലേ കോളീസ് ഇപ്പോൾ ഇന്ന് മിക്ക ആൾക്കാർ എടുക്കുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലൊക്കെ ഈ വണ്ടിക്ക് ഇപ്പോൾ നല്ല അത്യാവശ്യം വില ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്.
എന്താ വെച്ചാൽ ഈ പുതിയ വണ്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഓരോ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ പഴയ നല്ല വണ്ടിയൊക്കെ ഇപ്പോൾ കോളീസൊക്കെ അല്ലേ, നല്ല കുഴപ്പമില്ലാത്ത വണ്ടി, അപ്പോൾ ആൾക്കാർ ഇപ്പോൾ അതിലേക്കൊക്കെ തിരിയുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വണ്ടിയോട് കിടപിടിക്കാനെ കാണാനും നല്ല ലുക്കുണ്ട്. പിന്നെ കുറച്ച് കാശൊക്കെ ചിലവാക്കി അൾട്രേഷനൊക്കെ ചെയ്ത് കൊണ്ടുനടന്നിട്ടുണ്ടല്ലോ, അടിപൊളി വണ്ടിയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, കോളീസിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു വണ്ടിയോട് കാണണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ നോക്കി നടക്കുന്നുണ്ടെങ്കിലേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോളീസ് ഒന്ന് എടുത്ത് നോക്കിട്ടാ. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വണ്ടി ഇപ്പോൾ ഏത് വണ്ടിയായാലും അത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും, അത് വേറെ പ്രശ്നം. പക്ഷെ കുറച്ചും കൂടിയും ഒരു ഇത് കോളീസിനാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാ. അപ്പം ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞാനിത് പുതുതായിട്ട് ആരെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാണ്. അപ്പോഴേ വാഹന വിശേഷങ്ങളൊക്കെ നിൽക്കട്ടെ, നമുക്ക് പോകണ വഴിയും പിന്നെ പോകണടുത്ത വിശേഷങ്ങളൊക്കെ പറയാം. നമ്മൾ പോകുന്ന വഴിയില്ല, അതേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഹൈവേ ഇല്ലേ, പടിഞ്ഞാറ് ഹൈവേ, പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ വീട് വരുന്നത് തൃശ്ശൂർ തൃപ്പയാറിനടുത്താണ്. അപ്പോൾ അവിടെ നിന്ന് പുതിയ ഹൈവേ വഴി ഗുരുവായൂർ പൊന്നാനി റൂട്ട്. നമ്മളതൊക്കെ പറഞ്ഞിട്ടേ പൊന്നാനി കഴിഞ്ഞു. റോഡ് പണിയൊക്കെ ഈ ഭാഗത്ത് കുറേ കഴിഞ്ഞിട്ടാ. അത് ശരിക്കും ചാവക്കാട് കഴിഞ്ഞ് പൊന്നാനി റൂട്ട് വരുമ്പോഴേ ചാവക്കാട് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഈ എത്തിയോടം വരെ റോഡ് പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാ. റോഡ് എന്ന് പറഞ്ഞിട്ടില്ല, അടിപൊളി റോഡ്. ഈ വഴിക്കൊക്കെ ഒന്നും ഡ്രൈവ് ചെയ്യാൻ തോന്നും, പക്ഷെ ഞാനൊന്നും ഡ്രൈവിംഗ് സീറ്റിലില്ല. പിന്നെ നമ്മൾ കുറ്റിപ്പുറത്ത് എത്തിയിട്ട് ഭാരതപ്പുഴ കണ്ട, ഭാരതപ്പുഴ കാണുമ്പോൾ തന്നെ മനസ്സിന് സുഖം വേറെ തന്നെയാട്ടാ. ഇതിപ്പോൾ നമ്മൾ പുതിയ പാലം പണി പോകുന്നതിന് കുറുകെ നമുക്ക് പഴയ ഒരു പാലം ഉണ്ടായിരുന്നു, വലിയ കൈവരിയൊക്കെ ആയിട്ട്. അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ സൈഡിലല്ലേ ഇരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയുടെ ക്യാമറമാൻ ഞാൻ തന്നെയാണ്. ഡ്രൈവിംഗ് സ്ഥാനത്തിലെ തരണേ ക്യാമറ പിടിക്കാൻ നിയോഗം ഉണ്ടായി. ഇതിപ്പോൾ നമ്മുടെ മനസ്സറിഞ്ഞ് വീഡിയോ പിടിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരൻ ഷഗിനാണ്. നേരത്തെ ഒരു സൈഡായിട്ട് നിങ്ങളവനെ കണ്ടല്ല. നമ്മളിപ്പോൾ ഇപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ കുറ്റിപ്പുറത്ത് റെയിൽവേ പാലം ഉണ്ടല്ല, അതിന് കൂടെ ഞങ്ങൾ പോകണം കേട്ടോ. അപ്പോഴേ വാഗണാർ നമുക്ക് ഓടിക്കാൻ പറ്റിയില്ല. അവൻ തന്നെ ഫുള്ള് ഡ്രൈവ് ചെയ്തിട്ടെന്ന് വെച്ചൊന്ന് ഒരു മടി വണ്ടി ഓടിക്കാൻ. ശരിക്കും പറഞ്ഞാലേ ഡ്രൈവ് ചെയ്യാണ്ടേ ലോങ് ട്രിപ്പ് കുറച്ച് നാളായി ഇങ്ങനെ പോയിട്ട്. വണ്ടിയിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൈയും കാലം നിർത്തിങ്ങനെ ഇരിക്കാനേ എന്ത് സുഖം. പിന്നെ എനിക്ക് ഡ്രൈവ് എന്ന് പറഞ്ഞാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. ഇപ്പം അതിനോട് വലിയ ഇഷ്ടമില്ലാണ്ടായി. ഒന്നാമത് വണ്ടിയോടും കൂടി, പിന്നെ റോഡിലൊക്കെ തോന്നിയ പോലെ ആൾക്കാർ ഡ്രൈവിങ്. പിന്നെ വാഗണാറിൽ യാത്ര ചെയ്യാൻ നല്ല സുഖമുണ്ട് കേട്ടോ. പിന്നെ ഇത് ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമാണെന്നുണ്ടോ, അവൻ ഓടിക്കാൻ കണ്ടാലും അറിയാം. പിന്നെ ഇത് വണ്ടി ഓട്ടോമാറ്റിക്കാണ്, ക്ലച്ചില്ലല്ലേ, കാലും കഴിക്കൂലേ. തിരിച്ചു മുമ്പ് ഒന്ന് ഓടിക്കാന്ന് വെച്ചാണ്, പിന്നെ ഇപ്പം മടി കാരണം അതും വേണ്ടാന്ന് വെച്ചു. എന്നാലും പുതിയ വാഗണാർ എനിക്ക് ഇഷ്ടമായിട്ടാ. നല്ല വണ്ടിയാണ്, പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. അല്ല നമ്മളിപ്പോൾ എവിടേക്ക് പോണ്, കാട്ടുമാടം മനയ്ക്കല്ലേ. പക്ഷേ വിശേഷങ്ങൾ പറയാൻ തൊട്ട് കണ്ണി കണ്ടതൊക്കെ അല്ലേ. പക്ഷേ അവിടെ വരെ എത്തണ്ടേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ അങ്ങനത്തെ ഒരു വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവാ. നമ്മളിപ്പോൾ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്നതും കണ്ടതും കേട്ടതൊക്കെ ഇങ്ങനെ അതൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങളിപ്പോൾ കാട്ടുമേടം ടൈറ്റിൽ നോക്കിയിട്ട് എൻ്റെ വീഡിയോ കണ്ട് എടുത്ത് നോക്കുമ്പോണ്ട് പറയുന്ന വിശേഷങ്ങളൊക്കെ വേറെ അല്ലേ. അപ്പോൾ നമുക്ക് വേഗം കാട്ടുമാടത്തിൻ്റെ വിശേഷങ്ങൾ കിടക്കട്ടാ. അപ്പോൾ കാട്ടുമാടം മനയെക്കുറിച്ച് അറിയാത്തവരൊക്കെയുണ്ടെങ്കിലല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മലപ്പുറത്ത് വളാഞ്ചേരി എന്ന സ്ഥലമുണ്ട്, അവിടെയാണ് ഈ മന വരുന്നത്. ഞങ്ങൾ മുമ്പേ ഒരു വട്ടം പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദൈവങ്ങളെ കുറിച്ച് വലിയൊരു അറിവൊന്നുമില്ല കേട്ടോ. എന്നെക്കൊണ്ട് അറിയാവുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അവിടെ വിഷ്ണുമായ സ്വാമി ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് പ്രതിഷ്ഠ. ശരിക്കും ഞങ്ങൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി, അത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് പോയത്. അപ്പോൾ അത് സ്വാമി നടത്തി തന്നു. പിന്നെ ഞങ്ങൾ അന്ന് പോയത് നല്ലൊരു മഴയുള്ള ടൈമിലാണ് പോയതിട്ടാ. അപ്പോൾ ചെന്നപ്പോൾ ഒരു സന്ധ്യ നേരമായി. അപ്പോൾ അന്ന് ഒത്തിരി ലേശൊക്കെ ഇരുട്ടായപ്പോഴേ മൊത്തത്തിലൊരു വ്യൂ അവിടുത്തെ അന്ന് കിട്ടിയില്ല കേട്ടാ. ഞങ്ങളന്നിപ്പോൾ നേരം പോയി ചെന്നുകൊണ്ട് ചുറ്റുപാടൊന്നും കാര്യമായിട്ട് നോക്കിയില്ല, വേഗം പ്രാർത്ഥിച്ച് പോന്നു. പിന്നെ അതെ നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിയുണ്ടല്ലോ, വളാഞ്ചേരി എത്തിയിട്ട് അവിടെ നിന്ന് പോകുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് മനയിലേക്ക്. അപ്പം അത് പട്ടാമ്പിലേക്ക് പോണ റോഡാണെന്ന് എൻ്റെ ഒരു അറിവ്. അപ്പം നിങ്ങൾ വരുമ്പോൾ മാപ്പ് ഇട്ട് വരാം, അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാപ്പ് ഇട്ട് തരും. അല്ലെങ്കിൽ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വളാഞ്ചേരി എത്തിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് പറഞ്ഞ വഴി പറഞ്ഞു കേട്ടോ. പിന്നെ വളാഞ്ചേരിയിൽ നിന്ന് നമ്മൾ കുറച്ച് പോകുന്നിട്ട് ഈ വലിയകുന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് മനസ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതും ചോദിച്ചു വന്നാൽ മതി വലിയകുന്ന് എവിടെയാണ്. അപ്പോൾ അതെ ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഇപ്പോൾ വലിയകുന്ന് എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ വലിയകുന്ന് എത്തിക്കഴിഞ്ഞാൽ റൈറ്റിലേക്ക് ഒരു വഴി പോകണമാണ്, സെൻറ്ററിൽ നിന്ന് റൈറ്റ് പോകണം. അവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മനയിലേക്ക് എത്താം കേട്ടോ. അതേ കണ്ട ഇവിടെ നിന്ന് കണ്ട ഞാൻ തിരിയുന്നത് വലിയകുന്ന് സെൻറ്ററിൽ നിന്ന്.
അപ്പോൾ ഈ വഴിക്ക് കുറച്ച് പോയാൽ മതി. അപ്പോൾ മനയുടെ ബോർഡ് കാണാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വഴി ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ബോർഡ് കാണാം, ഒരു മതിലും ബോർഡൊക്കെ ആയിട്ട്. നോക്കിയേട്ടാ, ഇങ്ങനൊരു ഭാഗം കാണാം. അപ്പോൾ അവിടെ ഇതാണ് സ്ഥലം കണ്ട. ഇറങ്ങിയിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആണ് മന കാണണ്ട. പിന്നെ ഞങ്ങൾ അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടാലേ ഞങ്ങളിവിടെ വരാമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫലം കണ്ടു, പക്ഷെ ഞങ്ങളെ വരവ് വല്ലാണ്ട് ഇത്തിരി നീണ്ടുപോയി. അവസാനം നമ്മളിവിടെ എത്തി. പിന്നെ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയാൻ കേട്ടാ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയൊരു മന കാണാം. അപ്പോൾ ഈ മനയുടെ ഒരു സൈഡിലുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗത്ത് ചേർന്നൊരു ഭാഗമുണ്ട്. അവിടെയാണ് ഞങ്ങളന്ന് ചെന്ന് പ്രാർത്ഥിച്ചേട്ടാ. അന്ന് ഞങ്ങൾ ചെന്നപ്പോഴുണ്ടല്ലോ, അന്ന് ഞങ്ങളെ ഉള്ളിലേക്ക് കടത്തി വിട്ടില്ല, പുറത്ത് നിന്ന് തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പ്രാർത്ഥന. പിന്നെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കാണാം. അപ്പോൾ ഈ ബോർഡിൽ ഇവിടുത്തെ സകല കാര്യങ്ങളോട് എഴുതിയിട്ടാ. പിന്നെ ഞങ്ങളിവിടെ വിളിച്ച് ചോദിച്ചിട്ടാണ് വന്നതെന്ന്. നമുക്ക് എപ്പോഴേ വരുമ്പോഴേ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചു വിടുന്നത് നല്ലത്. ഞങ്ങളെന്നേ വിളിച്ച് ചോദിച്ചപ്പോഴേ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ അവർ ചോദിച്ചു. ഞങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചപ്പോഴേ 5 മണി വരെ ഉള്ളൂ എന്നങ്ങോട്ട് പറഞ്ഞാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ചൊവ്വ വെള്ളി ദിവസങ്ങൾ മാത്രമേ കുറച്ച് നേരം കൂടുതലുള്ളൂ എന്ന് കണ്ടാണ് പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. ഞങ്ങൾ ഇന്ന് വന്നപ്പോഴേ സമയത്തിന് വൈകി, അപ്പോൾ അത് അടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ചെന്നിട്ട് ആളെ വിളിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് തുറന്ന് കാണിച്ചു തന്നത്. നമ്മളെവിടെ പുറത്തുനിന്ന് തൊഴുന്നകാരനെ ശരിക്കും വിഗ്രഹം എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായില്ല, ഉള്ളിൽ എന്താന്ന്. അതെന്താ വെച്ചാൽ ഇത്തിരി അകലം നിന്നാണ് തൊഴുന്നത്. പിന്നെ നമ്മൾ ഈ കാണുന്ന ബോർഡുണ്ട്, ആ ബോർഡിൽ നമ്മൾ വായിച്ചപ്പോഴാണ് കാര്യങ്ങൾ കുറച്ച് എനിക്ക് ജസ്റ്റ് പിടി കിട്ടിയേട്ടാ. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമായത് നമ്മൾ ഉള്ളിൽ കണ്ടത് ദുർഗാഭഗവതിയാണെന്നാണ് അറിവ്. പിന്നെ ഈ ഗ്രില്ല് കണ്ട, ഗ്രില്ലിൻ്റെ നടുക്കിൽ ഒരു പ്ലാവുണ്ട്. അപ്പോൾ ആ പ്ലാവിലാണ് കുട്ടിച്ചാത്തന്മാരെ കുടിയേറ്റിക്കുന്നത് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമ്മൾ വ്യക്തമായി ആരോടും ചോദിക്കാൻ പോയില്ല. നമ്മളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, ഫലം കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ദൈവങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊരു അറിവില്ല. അപ്പോൾ എൻ്റെ രീതി ഇങ്ങനെ കേട്ടാ, എവിടെ പോയാലും ഇങ്ങനെ പ്രാർത്ഥിക്കും, മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ തുറന്നു പറയും. എന്തായാലും എനിക്കിവിടെ ഇഷ്ടമായിട്ടാ. എന്തോ ഒരു സുഖം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്നുണ്ട്. പിന്നെ മറ്റു അമ്പലങ്ങളെ പോലെ വലിയ തിക്കും തിരക്കും ബഹളങ്ങളൊന്നും ഇല്ല. നല്ല ശാന്തമായ അന്തരീക്ഷം. പിന്നെ അത്യാവശ്യം വലിയൊരു പറമ്പിലും മന, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് പോയി. ഇന്ന് കുറച്ച് അധികം നേരം വൈകി, ഇരുട്ടായി. അപ്പോൾ തൊഴുത് വേഗം പോയി. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ വന്ന കാരണം ഇപ്പോൾ ഇവിടേക്ക് ഒന്ന് നടന്ന് കാണാതെ വളരെ റിലാക്സ് ചെയ്ത് കണ്ട് പ്രാർത്ഥിച്ച് തൊഴുതിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇനിയും പോകണം ഇടയ്ക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കില്ല, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ വഴികളൊക്കെ കേട്ടോ. മലപ്പുറത്ത് വളാഞ്ചേരിയിലാണ് സ്ഥലം. വളാഞ്ചേരിയിൽ നിന്ന് കുറച്ച് പോന്നിട്ട് വെലിയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഞാൻ വന്ന വഴികളൊക്കെ ഞാൻ വീഡിയോ കാണിച്ചു തന്നല്ലോ. പിന്നെ അന്ന് ഞാനിവിടെ വന്നു ഒരു മനയെക്കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, ഫലം കണ്ടു. ഇപ്പോൾ രണ്ടാമത് വന്നു. പിന്നെ നിങ്ങൾ ഈ ഒരു ഭാഗം കണ്ട, അപ്പോൾ ഇവിടെ തിണ്ണ കണ്ട, തിണ്ണേരെ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് കയറി നിന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കിയപ്പോഴേ ഞാൻ അങ്ങകലായിട്ട് ഒരു വിളക്കും ഒരു വിഗ്രഹം കണ്ടു. നമുക്ക് വ്യക്തമായില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബോർഡ്, അപ്പോൾ ആ ബോർഡിൽ നോക്കിയപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് വ്യക്തമായത് കേട്ടോ. ഇവിടെ ഇപ്പം എൻ്റെ അനുഭവത്തിൽ നമുക്ക് ഉള്ളിലൊന്നും കയറണമെന്നില്ല. ഇവിടെ വന്ന് മുറ്റത്ത് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം കേൾക്കും ആ പ്രാർത്ഥന. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഞാൻ പോയ അനുഭവത്തിൽ എൻ്റെ അറിവിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. വേറെ എന്തൊക്കെയാണ് നമുക്കറിയില്ല. എന്നാൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ കാണാം കേട്ടോ നമുക്ക്.